തലൂരിൽ ലോറികൾ കൂട്ടിയിടിച്ച് വഴിയാത്രക്കാരിയായ യുവതി മരിച്ചു. തലൂർ സ്വദേശി അരിക്കാടൻ വീട്ടിൽ ജോസിയുടെ ഭാര്യ ടാലി തോമസ് ആണ് മരിച്ചത്. മകൾക്കും ലോറി ഡ്രൈവർമാർക്കും പരിക്കേറ്റു. കൊടകരയിൽ ഇരുനില കെട്ടിടം തകർന്ന് വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. കെട്ടിടം തകർന്ന സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം സംബന്ധിച്ച് ജില്ലാ കളക്ടർമാരോട് പരിശോധന നടത്താൻ ആവശ്യപ്പെടുമെന്ന് മന്ത്രി കെ രാജൻ. MG റോഡിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കോർപ്പറേഷന് മുന്നിൽ BJP പ്രവർത്തകർ പ്രതീകാത്മക ബലിതർപ്പണ സമരം നടത്തി. കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ മേയറുടെ ചേംബറിൽ വാഴ വയ്ക്കാൻ നീക്കം നടത്തി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. തൃശൂർ ജില്ലയിൽ യെല്ലോ അലർട്ട്. കനത്ത മഴയെ തുടർന്ന് മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ നാളെ തുറക്കും. BJP സംസ്ഥാന നേതൃയോഗം തൃശൂരിൽ നടന്നു. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനുള്ള LDF UDF ശ്രമങ്ങളെ ശക്തമായി എതിർക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നമസ്കാരം. വാർത്തകൾ വിശദമായി. തലൂരിൽ ലോറികൾ കൂട്ടിയിടിച്ച് വഴിയാത്രക്കാരിയായ യുവതി മരിച്ചു. തലൂർ സ്വദേശി അരിക്കാടൻ വീട്ടിൽ ജോസിയുടെ ഭാര്യ 43 വയസ്സുള്ള ടാലി തോമസ് ആണ് മരിച്ചത്. ടാലിയുടെ മകൾ അന്നയ്ക്കും ലോറി ഡ്രൈവർമാർക്കും പരിക്കേറ്റു. ടാലിയും മകളും നടന്നു പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ടാലിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ഉച്ചയ്ക്ക് 12:30ഓടെയാണ് അപകടം. തൈക്കാട്ടുശ്ശേരി ഭാഗത്തുനിന്ന് സംസ്ഥാന പാതയിലേക്ക് തിരിഞ്ഞ് ലോറിയിൽ തൃശൂർ ഭാഗത്തുനിന്ന് വന്ന ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഒരു ലോറി വഴിയാത്രക്കാരിയായ ടാലിയെയും മകളെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ കടയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കൊടകര ടൗണിൽ കാലപ്പഴക്കം ചെന്ന ഇരുനില കെട്ടിടം തകർന്നു വീണ് 3 അതിഥി തൊഴിലാളികൾ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന 12 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പശ്ചിമബംഗാൾ മാൾഡ ബൈഷ്ണബ് നഗർ സ്വദേശി 18 വയസ്സുള്ള റബിയൂർ ഇസ്ലാം, ബൈഷ്ണബ് നഗർ ദിയോനാപൂർ മന്നാൾ സ്വദേശി 22 വയസ്സുള്ള റബിയുൽ ഇസ്ലാം, മാൾഡ ജില്ലയിലെ സാബന്തപൂർ സ്വദേശി 31 വയസ്സുള്ള അബ്ദുൾ അലീം എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 6 മണിയോടെയാണ് ദാരുണമായ സംഭവമുണ്ടായത്. കൊടകര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം റോഡിൽ നിന്ന് ഏതാനും മീറ്റർ ഉള്ളിലേക്ക് മാറിയുള്ള കെട്ടിടമാണ് മഴയിൽ തകർന്നു വീണത്. 15 അതിഥി തൊഴിലാളികളാണ് ഇതിൽ താമസിച്ചിരുന്നത്. രാവിലെ ജോലിക്ക് പോകാനായി ഇവർ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഇരുനില കെട്ടിടത്തിന്റെ മുകൾ ഭാഗം വലിയ ശബ്ദത്തോടെ തകർന്നു വീണത്. ശബ്ദം കേട്ട് 12 പേർ ഓടി രക്ഷപ്പെട്ടു. മുകൾ നിലയിലായിരുന്ന 3 പേർക്ക് രക്ഷപ്പെടാനായില്ല. ഇവർ താഴേക്ക് ഓടിയിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ മുൻവശത്തുള്ള കോൺക്രീറ്റ് മേൽക്കൂര ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇതിനിടയിൽപ്പെട്ടവരാണ് മരിച്ച 3 സംഭവം നടന്നയുടനെ ഓടിക്കൂടിയ നാട്ടുകാരോട് രക്ഷപ്പെട്ട തൊഴിലാളികളാണ് കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെക്കുറിച്ച് പറഞ്ഞത്. കൊടകര പോലീസും പുതുക്കാട്, ചാലക്കുടി എന്നിവിടങ്ങളിലെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് 3.5 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ 3 പുറത്തെടുത്തത്. കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 3 ജീവൻ രക്ഷിക്കാനായില്ല. KK രാമചന്ദ്രൻ MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ അപകട സ്ഥലത്തെത്തി. ചാലക്കുടി DVSP PC ബിജുകുമാർ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കൊടകര, ചാലക്കുടി, വെള്ളിക്കുളങ്ങര, പുതുക്കാട്, മാള സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും എത്തി. ദുരന്തത്തിൽ മരിച്ചവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് കളക്ടർ പറഞ്ഞു. TCV ന്യൂസ്, കൊടകര. ഇടിഞ്ഞു വീണ കെട്ടിടത്തിനടുത്തെത്താൻ വഴിയില്ലാതിരുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. കൊടകരയിൽ ഇടിഞ്ഞു വീണ കെട്ടിടത്തിനടുത്തേക്കെത്താൻ വീതിയുള്ള വഴിയില്ലാതിരുന്നത് അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടവരെ പുറത്തെടുക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമായി. റോഡരികിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പുറകിലുള്ള ഈ കെട്ടിടത്തിലേക്ക് ഇടുങ്ങിയ ഒരു വഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. നിലവിലെ വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല. മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്ന് സമീപത്തെ മതിൽ പൊളിച്ച് വഴിയുണ്ടാക്കിയ ശേഷമാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടവർക്കായി തിരച്ചിൽ നടത്താൻ കഴിഞ്ഞത്. 2 മണിക്കൂർ നേരത്തെ പ്രയത്നത്തിനൊടുവിലാണ് 2 പേരെ പുറത്തെടുത്തത്. പുറത്തെടുക്കുമ്പോൾ ഇവരിൽ ഒരാൾക്ക് ജീവനുണ്ടായിരുന്നു. ഉടൻ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 3.5 മണിക്കൂറിന് ശേഷമാണ് 3ാമത്തെയാളെ പുറത്തെടുത്തത്.
ഇതിനകം ഇയാളും മരണപ്പെട്ടിരുന്നു. TCV ന്യൂസ്, കൊടകര. കെട്ടിടത്തിൽ താമസിച്ചിരുന്ന അതിഥി തൊഴിലാളികളിൽ നിരവധി പേർ നാട്ടിലേക്ക് പോയതിനാൽ ദുരന്തത്തിന്റെ വ്യാപ്തി കുറഞ്ഞു. പഴയ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന മാനദണ്ഡം ചർച്ചയാകുന്നു. जिस टाइम थोड़ा थोड़ा इधर से टूटना शुरू किया उस टाइम वो 5 आदमी पीछे सीढ़ी है वो सीढ़ी से भागा और जो 3 आदमी ख़त्म हो गया वो 3 आदमी आगे से एक सीढ़ी था उस सीढ़ी से भागने की कोशिश किया वो 3 आदमी ख़त्म हुआ। इधर टूटता है ना और उसको मालूम नहीं पड़ता किधर से किधर जाएगा, किधर से भागने के फ़ायदा है उसको मालूम नहीं है। इधर घुस गया 3 आदमी वो 3 आदमी ख़त्म। जो 5 आदमी पीछे से भागा वो 5 आदमी और उधर का 4 आदमी पीछे आदमी वो सही है. കൊടകരയിലെ കെട്ടിടത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഇതിലെ താമസക്കാരനായിരുന്ന ഇർഷാദ് അലിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. സംസ്ഥാനത്ത് ഇതുപോലെ 10,000-കണക്കിന് പഴയ കെട്ടിടങ്ങളുണ്ട്. ഭൂരിഭാഗം കെട്ടിടങ്ങളിലും താമസക്കാരുണ്ട്. അതിലേറെയും വാടകക്കാരാണ് താമസിക്കുന്നത്. ഈ കൊടകര അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പഴയ കെട്ടിടങ്ങളുടെയെല്ലാം തൽസ്ഥിതി ഒന്ന് പുനർവിചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജില്ലയിൽ തന്നെ അപകടാവസ്ഥയിലുള്ള ആയിരക്കണക്കിന് കെട്ടിടങ്ങളാണുള്ളത്. ഇതിൽ തന്നെ താമസയോഗ്യമല്ലാത്ത കെട്ടിടങ്ങൾ നിരവധിയാണ്. അപകടം മുന്നിൽ കണ്ടും ഇത്തരം കെട്ടിടങ്ങളിൽ കഴിയുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ അധികൃതർക്കുമാകുന്നില്ല. പലർക്കും മാറി താമസിക്കാൻ മറ്റ് വാസസ്ഥലങ്ങളില്ല. കൊടകരയിലെ അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞത് നിരവധി പേർ നാട്ടിൽ പോയതിനാലാണ്. ഞാൻ ഇത് കെട്ടിടത്തിൻ്റെ മുൻപിൽ തന്നെ സ്റ്റുഡിയോ നടത്തുന്ന ആളാണ്. അപ്പോൾ ഇവിടെ കുറേ പേരുണ്ടായിരുന്നു. ഇതിനു മുൻപ് ഇതായിട്ട് എല്ലാവരും കുറേ ബംഗാളിലേക്ക് പോയിട്ടുണ്ടായി, തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് കുറച്ച് പേരൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ ഈ കെട്ടിടം എന്ന് പറഞ്ഞാൽ കുറേ പഴക്കമുള്ള ബിൽഡിംഗ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ചോർച്ചയൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. പഴയ കെട്ടിടങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്നവരും നിരവധിയാണ്. കുറഞ്ഞ വാടകയ്ക്ക് താമസിക്കാമെന്നതാണ് ഇത്തരം കെട്ടിടങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം. താമസ സ്ഥലങ്ങൾ മാത്രമല്ല, ഇത്തരം കെട്ടിടങ്ങളിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. കൊടകര അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച് ഒരു പുതിയ നയം തന്നെ രൂപീകരിക്കേണ്ടിയിരിക്കുന്നു. എത്ര പഴക്കമുള്ള കെട്ടിടമാണെങ്കിലും താമസയോഗ്യമാണെങ്കിൽ അല്ലെങ്കിൽ ആ കെട്ടിടം ബലമുള്ളതാണെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാം എന്നുള്ളതായിരുന്നു ഇത്ര നാളും സ്വീകരിച്ച് പോന്നിരുന്ന നിലപാട്. എന്തായാലും പുതിയ നയം രൂപീകരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൊടകരയിൽ നിന്നും TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. കൊടകരയിൽ 3 അതിഥി തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിന് പ്രധാന കാരണം കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാണെന്ന് വിലയിരുത്തൽ. 80 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് കെട്ടിടം. വെട്ടുകല്ലുകൊണ്ട് നിർമ്മിച്ച ഇരുനില കെട്ടിടത്തിന്റെ മുൻവശത്ത് കുറച്ചു ഭാഗം കോൺക്രീറ്റ് മേൽക്കൂരയുള്ളതായിരുന്നു. ഈ കോൺക്രീറ്റ് മേൽക്കൂരയാണ് തകർന്നു വീണത്. കൊടകര മനക്കുളങ്ങര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. സംസ്ഥാനത്ത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം സംബന്ധിച്ച് ജില്ലാ കളക്ടർമാരോട് പരിശോധന നടത്താൻ ആവശ്യപ്പെടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കൊടകരയിൽ കനത്ത മഴയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 അതിഥി തൊഴിലാളികൾ മരിച്ച സാഹചര്യത്തിലാണ് മന്ത്രി ഇടപെടുമെന്ന് ഉറപ്പു നൽകിയത്. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ പരിശോധിച്ച് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. MG റോഡിലെ കുഴിയിൽ വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ മേയറുടെ രാജി ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ കൌൺസിലർമാർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ പ്രതീകാത്മക ബലിതർപ്പണ സമരം സംഘടിപ്പിച്ചു. കോർപ്പറേഷനിലെ BJP പ്രതിപക്ഷ BJP നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി നിലത്ത് വിരിച്ച് തുണിയിൽ കിണ്ടിയും പൂക്കളും വെച്ചതിനരികെ മൃതശരീരത്തെ പോലെ കിടന്നും മറ്റും കൌൺസിലർമാർ സമീപത്തിരുന്നുമായിരുന്നു പ്രതിഷേധം. തൃശൂർ നഗരത്തിലെ റോഡുകളുടെ സ്ഥിതി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തര നടപടി സ്വീകരിക്കാനാണ് ഈ പ്രതീകാത്മക ബലിതർപ്പണ സമരം സംഘടിപ്പിച്ചതെന്ന് കൌൺസിലർ N പ്രസാദ് TCVയോട് പറഞ്ഞു. എല്ലാ റോഡുകളും നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാവും. എല്ലാ ഭാഗത്തും വലിയ വലിയ ഗർത്തങ്ങളാണ്, കുഴികളാണ്. ഈ മഴയ്ക്ക് മുന്നേ തന്നെ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്ന് പലവട്ടം പറഞ്ഞ് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തി. ഞങ്ങൾ കൗൺസിലേഴ്സ് കത്ത് കൊടുത്തു. കൗൺസിലിൽ ഞങ്ങളത് ശ്രദ്ധയിൽപ്പെടുത്തി. എന്നിട്ടും അദ്ദേഹം ഒരു പുല്ലുവില കൽപ്പിച്ചില്ല. ജനങ്ങളെ ദുരിതത്തിലാക്കി അദ്ദേഹം സുഖവാസത്തിന് പോയിരിക്കുകയാണ്. പലവട്ടം അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തി. ഇനിയും നമുക്കൊരു പ്രതീക്ഷയില്ല. അദ്ദേഹത്തിന് നമുക്ക് ഒരു ന്യായമായ ഒരു അടിയന്തര നടപടി സ്വീകരിക്കും പ്രതീക്ഷയില്ലാത്തത് കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി ശ്രദ്ധയിൽ വരാൻ വേണ്ടിയിട്ടാണ് വളരെ വികാരപരമായിട്ടുള്ള ഈ പ്രതീകാത്മക ബലി സമർപ്പണ സമരം ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇനിയെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട്
നമ്മുടെ മേയർക്ക് കർശന നിർദ്ദേശം കൊടുത്ത് അടിയന്തരമായിട്ട് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇത് ഒരു സമരത്തിന്റെ തുടക്കം മാത്രമാണ്. തൃശൂർ കോർപ്പറേഷൻ അധികൃതർ, മേയർ അടക്കമുള്ള തൃശൂർ കോർപ്പറേഷന്റെ അധികാരികൾ ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും. ഈ തൃശൂർ കോർപ്പറേഷനിലെ ഒരു റോഡ് പോലും ജനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കുന്ന തരത്തിലല്ല. ഒരു 2 വീലർ യാത്രക്കാരനും നടുവൊടിയാതെ നമ്മുടെ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല. ഇത് പല തവണ കൗൺസിലിൽ ആവശ്യപ്പെട്ടിട്ടും ആവർത്തിച്ച് നമ്മൾ സമരം ചെയ്തിട്ടും മേയർ ഇതിന് ചെവി കൊടുക്കുന്നില്ല. മേയർ സുഖവാസത്തിന് പോയിരിക്കുകയാണ്. മേയർ ഗോവയിലാണ്. മേയർ എന്താണ് ഇവിടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടും മേയർ ഇവിടെ എത്താത്തത് എന്താണ്? ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരം ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ്. നല്ല റോഡുകൾ നമുക്ക് ഉണ്ടാവണം, ജനങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കണം. ഞാനടക്കമുള്ള പലരുടെയും ഡിവിഷനുകളിലെ റോഡുകൾ ശോചനീയാവസ്ഥയിലാണ്. ഇതിനൊരൊറ്റ കാരണം ഈ മേയറാണ്, ഈ ഭരണസമിതിയാണ്. അതേസമയം മേയറുടെ ചേംബറിൽ BJP പ്രവർത്തകർ വാഴ വയ്ക്കാൻ ശ്രമം നടത്തി. റോഡിലെ കുഴിയിൽ വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ മനുഷ്യജീവൻ കുരുതി കൊടുത്ത മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസ് മാർച്ച് നടത്തി. തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കോർപ്പറേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് തൃശൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, മുൻ മേയർ IP പോൾ, KPCC സെക്രട്ടറിമാരായ ജോൺ ഡാനിയൽ, ഷാജി കോടങ്കണ്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നടത്തുന്ന ഇടതുപക്ഷ മേയർക്ക് തൃശൂർ മേയറെ ഇന്ത്യൻ നാഷണൽ ഈ അപകടമുണ്ടായിട്ട് പോലും ഇവിടുത്തെ MLA ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. ഇവിടുത്തെ MP കേന്ദ്രമന്ത്രിയും സിനിമാ നടനും ചന്ദ്രമോഹൻ, ഷാജി കോടങ്കണ്ടത്ത് പ്രിയമുള്ളവരെ, അത്യന്തം ദാരുണമായ മേയറുടെ അനാസ്ഥ കൊണ്ട് തൃശൂർ MG റോഡിൽ യുവാവിന്റെ അപകട മരണത്തിൽ മേയർക്കും കോർപ്പറേഷൻ സെക്രട്ടറിക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കൌൺസിലർമാർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, കൌൺസിലർ ജോൺ ഡാനിയൽ എന്നിവരാണ് പരാതി നൽകിയത്. റോഡിലെ കുഴിയടയ്ക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതിരിക്കുന്ന മേയറും സെക്രട്ടറിയും ഗുരുതരമായ കൃത്യവിലോപമാണ് കാണിച്ചതെന്നും പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. തൃശൂർ ജില്ലയിൽ യെല്ലോ അലർട്ട്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഡാമിന്റെ 4 ഷട്ടറിന്റെയും 10 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരിക്കുന്നത്. ഇതോടെ വലിയ ശക്തിയോടുകൂടിയാണ് വെള്ളം പുറത്തുവരുന്നത്. ഭാരതപ്പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് നിലവിൽ ഭാരതപ്പുഴ ഇരുകരകളും നിറഞ്ഞാണ് ഒഴുകുന്നത്. ഡാമിലെ വെള്ളം കൂടി എത്തുന്നതോടെ പുഴ കരകവിയാനും സാധ്യതയുണ്ട്. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ നാളെ തുറക്കും. മൊത്തം ജലസംഭരണ ശേഷിയുടെ 58% ജലം അണക്കെട്ടിൽ ഉണ്ട്. പരമാവധി ജലനിരപ്പ് 79.25 മീറ്ററാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 70.20 മീറ്റർ ആയിരുന്നു. ജലനിരപ്പ് ഒരാഴ്ചക്കിടയിൽ 2.5 മീറ്റർ ജലനിരപ്പ് ഉയർന്നു. കഴിഞ്ഞ ഒരാഴ്ചയിൽ 250 മില്ലിമീറ്റർ മഴയാണ് പീച്ചി മേഖലയിൽ പെയ്തത്.
വികസിത കേരളം എന്ന കാഴ്ചപ്പാട് മാത്രമേ BJP മുന്നോട്ട് വെക്കുന്നുവെന്ന് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനുള്ള LDF UDF ശ്രമങ്ങളെ ശക്തമായി എതിർക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂരിൽ സംഘടിപ്പിച്ച BJP സംസ്ഥാന പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതമാതാവിനും RSSനുമെതിരെ പറയുക എന്നതാണ് UDFന്റെയും പുതിയ തന്ത്രം. ആ കുഴിയിൽ വീഴാൻ BJP തയ്യാറല്ലെന്നും രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. BJP ദേശീയ നിർവാഹക സമിതി അംഗങ്ങളായ കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ AN രാധാകൃഷ്ണൻ, ശോഭാ സുരേന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ MT രമേശ്, അഡ്വക്കേറ്റ് P സുധീർ, C കൃഷ്ണകുമാർ, സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആരാടും ചൗക്കത്തും കോൺഗ്രസ് പ്രസിഡന്റ് ഒന്നും പറഞ്ഞാൽ ഇല്ല, അങ്ങനെ 25 സീറ്റ് കിട്ടില്ല. വാഴാനി ഡാമിലെ മത്സ്യത്തൊഴിലാളികളായ 3 പേരുടെ വലകൾ മോഷണം പോയി. ഇതോടെ ഇവരുടെ ഉപജീവന മാർഗവും വഴിമുട്ടി. വാഴാനി ഡാമിലെ അംഗീകൃത മത്സ്യത്തൊഴിലാളികളായ വിജയകൃഷ്ണൻ, വിജീഷ്, അയ്യപ്പൻ എന്നിവരുടെ വലകളാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. സമാനമായ സംഭവങ്ങൾ ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. ഉദ്യാനത്തിലെയും മറ്റിടങ്ങളിലെയും ചില സാധനങ്ങൾ മോഷണം പോയിരുന്നു. സാമൂഹ്യവിരുദ്ധരെ തടയാനുള്ള നിരീക്ഷണം ഡാമിലും പരിസരത്തും ഇല്ലാത്തത് മോഷ്ടാക്കൾക്ക് സഹായമാകുന്നുണ്ട്. രാത്രിയാകുന്നതോടെ ഡാമിന്റെ അകത്തും വനപ്രദേശങ്ങളിലും ചിലർ എത്തുന്നതായി നാട്ടുകാർ പറയുന്നു. അനധികൃത മീൻപിടുത്തമോ മറ്റ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളോ എന്ന് വ്യക്തമല്ലെന്നും പറയുന്നു. വല മോഷണം പോയതോടെ ജീവിതം തകിടം മറിഞ്ഞതായി മീൻപിടുത്തക്കാർ പറഞ്ഞു. നല്ല വിലപിടിപ്പുള്ള വലകളാണ്, ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണിത്. മീൻ പിടിക്കാൻ പോകാൻ പറ്റാത്ത കണ്ടീഷനായി വലകൾ പോയ കാരണം. കണ്ടമാനം ആൾക്കാർ ഡാമിൽ വന്ന് കള്ളവലിട്ട് മീൻ പിടിക്കുക. അവരുടെ വല ഞങ്ങൾ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിന് പകരമാണെന്ന് അറിയില്ല. അവർ ഇവിടെ വന്ന് ഞങ്ങളുടെ വലകളിൽ എല്ലാം കൊണ്ടുപോയി. ടൂറിസവും ഇറിഗേഷനും തമ്മിലുള്ള തല്ലൂട്ടം കാരണം നമുക്കാണ് നഷ്ടം സംഭവിക്കുന്നത്. നമ്മുടെ വലകളും വഞ്ചികൾക്കാണ് കേടുപാടുകൾ സംഭവിക്കുന്നതും മോഷണം പോണതും നമുക്കാണ്. നമ്മുടെ ജീവിതമാർഗ്ഗങ്ങൾക്കാണ് തടസ്സം വരുന്നത്. ഇവിടെ സെക്യൂരിറ്റി ഇല്ലാത്തതാണ് വലിയൊരു ഇത്. വനം വകുപ്പിനും ഡാം അധികൃതർക്കും പോലീസിനും പരാതി നൽകിയിട്ടും നടപടികളൊന്നും ആയില്ലെന്നും ഇവർ പറയുന്നു. TCV വടക്കാഞ്ചേരി. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. അരിമ്പൂർ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ആക്രമണം. ഡിവൈഎഫ്ഐയുടെ ഓഫീസ് അടക്കം പ്രവർത്തിക്കുന്ന ഇരുനിലകളിലുള്ള കെട്ടിടത്തിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്നാണ് ആക്രമണം നടത്തിയത്. അരിമ്പൂർ ഗോപി മാച്ച് വർക്കിന് സമീപമുള്ള CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വ്യാഴാഴ്ച രാത്രിയാണ് അതിക്രമം നടന്നത്. താഴത്തെ നിലയിലുള്ള CPM ഓഫീസിലുണ്ടായിരുന്ന രേഖകളും കൊടികളും നശിപ്പിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. രജിസ്റ്റർ പുസ്തകം നശിപ്പിച്ചു. എല്ലാ സാധനങ്ങളും വലിച്ചുവാരി എറിഞ്ഞ നിലയിലാണ്. വ്യാഴാഴ്ച രാത്രി 10:30 വരെ ഓഫീസിൽ ആളുകൾ ഉണ്ടായിരുന്നു. വിവരമറിഞ്ഞ് CPM അരിമ്പൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗോപിദാസൻ മാസ്റ്റർ, കുന്നത്തങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K രാഗേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ സ്ഥലത്തെത്തി. CPMന്റെ അരിമ്പൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ഇന്നലെ രാത്രി ആരോ കടന്നു കയറിയിരിക്കുന്നു. ഓഫീസിനകത്തുള്ള രജിസ്റ്ററുകൾ മുഴുവൻ വലിച്ച് കീറിയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ DYFIയുടെ മുകളിലത്തെ നിലയിലുള്ള ഓഫീസിൽ കയറി അവിടെയുള്ള ലൈബ്രറി പുസ്തകങ്ങൾ മുഴുവൻ അങ്ങേ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. റെഡ് വളണ്ടിയർമാരുടെ യൂണിഫോമുകൾ അടുക്കി വെച്ചിരുന്നതെല്ലാം ഛിന്നഭിന്നമാക്കുകയും അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിയുകയും ചെയ്തിരിക്കുകയാണ്. കൊടികളും തുടങ്ങിയിട്ടുള്ള ഓഫീസ് രേഖകൾ, പുസ്തകങ്ങൾ തുടങ്ങിയ എല്ലാം തന്നെ നശിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. രാത്രിയിൽ അർദ്ധരാത്രിയിൽ ആരോ കയറി വന്നിട്ട് ഈ അതിക്രമം കാണിച്ചിരിക്കുന്നത്. ഇതിന് മാതൃകാപരമായിട്ട് ഇവരെ ശിക്ഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. CPM ഭാരവാഹികൾ അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കുന്നത്തങ്ങാടി, നാലാങ്കല്ല്, അരിമ്പൂർ എന്നിവിടങ്ങളിലായി വ്യാഴാഴ്ച രാത്രിയിൽ തട്ടുകടകളടക്കം 4 കടകളിൽ ആക്രമണം നടത്തി സാധന സാമഗ്രികൾ വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. TCV തൃശൂർ. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥിനിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയ പെരുമ്പടവ് സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മാറാഞ്ചേരി പെരുമ്പടവ് സ്വദേശി അനീഷിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിലെ ശുചിമുറിക്ക് സമീപം നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥിനിയെ പ്രതി ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചതായും ഭീഷണിപ്പെടുത്തി
ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. വിദ്യാർത്ഥിനിയും യാത്രക്കാരും ചേർന്ന് കുന്നംകുളം പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ പ്രതി മദ്യപിച്ചതായി പറയുന്നു. കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. കാട്ടൂർ പഞ്ചായത്തിലെ കടകളിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. നിരോധിത പ്ലാസ്റ്റിക് പേപ്പർ, വാഴയില, കപ്പുകൾ എന്നിവയാണ് ആരോഗ്യ വിഭാഗം പിടികൂടിയത്. കട ഉടമയ്ക്ക് 10,000 രൂപ പിഴ ചുമത്തി. പരിശോധനയ്ക്ക് പഞ്ചായത്ത് സെക്രട്ടറി VA ഉണ്ണികൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശരത് കുമാർ, ജിനേഷ് ജിക്സൺ, VEO അനൂപ് എന്നിവർ നേതൃത്വം നൽകി. തടഞ്ഞുവെച്ച വനഭൂമി പട്ടയങ്ങൾ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി തൃശൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിഷാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പട്ടയം അവകാശമാണെന്നും അത് തടഞ്ഞുവെക്കാൻ മന്ത്രി രാജനോ മുഖ്യമന്ത്രിക്കോ അവകാശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വെൽഫെയർ പാർട്ടി ഭൂസമര സമിതി ജില്ലാ കോർഡിനേറ്റർ ഷാജഹാൻ എളനാട് അധ്യക്ഷത വഹിച്ചു. പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി KS ഉമ്മറൈ, ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ്, ട്രഷറർ PB ആരിഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സമരക്കാരുടെ നേതൃത്വത്തിൽ പട്ടയം അനുവദിച്ചു കിട്ടിയവർ ഓഫീസിലെത്തി പട്ടയം ആവശ്യപ്പെട്ടപ്പോൾ സമരത്തിൽ പങ്കെടുത്ത 4 പേർക്കും പട്ടയങ്ങൾ കൈമാറി. ദേശമംഗലം പഞ്ചായത്ത് അംഗം PI ഷാനവാസിന്റെ വീട്ടിൽ അർദ്ധരാത്രിയിലെത്തി പോലീസുകാർ ഭീഷണിപ്പെടുത്തിയതായി പരാതി. അർദ്ധരാത്രി സ്ത്രീകളടക്കമുള്ള ആളുകളെയും മറ്റും CI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് പരാതി. ഇതിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുവാൻ ആണ് തീരുമാനമെന്ന് ഷാനവാസ് പറഞ്ഞു. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഷാനവാസിനെ വിളിക്കാൻ ചെന്നപ്പോഴാണ് ഇദ്ദേഹം പ്രകോപിതനായതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വീട്ടിൽ കയറി അഭിമാനിക്കേ താനയുടെ കൊണ്ട് ജീവിക്കണ്ടേ? അങ്ങനെ പിണറായി വിജയൻ മാത്രമല്ല ഇവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ പിണറായി വിജയൻ മാത്രമല്ല ഇവിടെ ഉണ്ടാവുള്ളൂ. തങ്ങളാന്ന് പറയണ്ട. ഈ പിണറായി വിജയൻ മാത്രമല്ല ഇവിടെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ രാത്രി വീട്ടിൽ കയറിയുണ്ട് യൂസസ് ഞാൻ കൊടുത്തോള പരാതി, ഞാൻ കൊടുക്കണ പരാതി നീ വഷളാക്കണ്ട. തിരുവിലാമലയിൽ മാർക്കിംഗ് ഇല്ലാത്ത ഹമ്പുകൾ പൊതുജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നു. തിരുവിലാമല ഗ്രാമീണ വായനശാലയ്ക്ക് മുൻവശത്തുള്ള വില്ലാതിരിനാഥ ക്ഷേത്രത്തിലേക്കുള്ള റോഡിലാണ് ഹമ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. സ്വകാര്യ സ്കൂൾ കെട്ടിടത്തിന്റെ ഇരുവശങ്ങളിലുമായാണ് റോഡിൽ ഹമ്പ് നിലനിൽക്കുന്നത്. മാർക്കിംഗ് ഇല്ലാത്തതിനാൽ വാഹനയാത്രികർക്ക് ജീവന് ഭീഷണിയാണ് ഈ ഹമ്പുകൾ. ഹമ്പുകൾ തിരിച്ചറിയുന്നതിനായി ആവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റ് ഡേ ആഘോഷിച്ചു. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന പരിപാടി VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PB രഘു അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത എൻഫോഴ്സ്മെന്റ് വിതരണം നിർവഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, കൗൺസിലർ CS സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ച ദിശയിൽ ഏറ്റവും കൂടുതൽ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച വേദിയിൽ പ്രഖ്യാപിക്കുകയാണ്. തിരുവിലാമല പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പട്ടിപ്പറമ്പ് എരിക്കുളം ചൂലന്നൂർ റോഡ് കുഴികൾ നിറഞ്ഞ് തോടായി മാറിയതോടെ ദുരിതത്തിലായി പ്രദേശവാസികൾ. തിരുവിലാമല പഞ്ചായത്ത് അധികാരികൾ അശാസ്ത്രീയമായി കോറി വേസ്റ്റും കൊണ്ടിട്ടതോടെ അപകടപാതയായി മാറിയിരിക്കുകയാണ് ഏരുകുളം ചൂലന്നൂർ റോഡ്. ചൂലന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷന്റെ കീഴിലുള്ള വനപ്രദേശത്ത് കൂടെ കടന്നുപോകുന്ന റോഡിൽ വന്യജീവി ശല്യവും പതിവാണ്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കി നൽകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മറ്റത്തൂർ പഞ്ചായത്ത് ഗ്രൗണ്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CH സാദത്ത്, ബ്ലോക്ക് ഭാരവാഹികളായ സായുധ് സുരേന്ദ്രൻ, ഷാജു പൂക്കാടൻ, സിജിൽ ചന്ദ്രൻ, നെയ്ജോ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ടൗണിലെ പൊതു ശൌചാലയങ്ങൾ നവീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്ന് കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ലക്ഷങ്ങൾ ചെലവഴിച്ച് കൊടകര മേൽപ്പാലത്തിന് സമീപവും
ഡോൺ ബോസ്കോ സ്കൂൾ പരിസരത്തും ഗാന്ധിനഗറിലും സ്ഥാപിച്ച ഈ ടോയ്ലറ്റുകൾ വർഷങ്ങളായി പ്രവർത്തനരഹിതമാണ്. ഇതുമൂലം ജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടിയുള്ള സ്ഥിതിയാണ്. ചാലക്കുടി ഭാഗത്തേക്കുള്ള യാത്രക്കാർക്കായി കൊടകര ഗവൺമെന്റ് LP സ്കൂൾ പരിസരത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തുറന്നുകൊടുക്കണമെന്ന് ഏകലവ്യ ക്ലബ് ഭാരവാഹികളായ TC ഷജിത് കുമാർ, TG അജോ എന്നിവർ ആവശ്യപ്പെട്ടു. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങളുടെ വ്യാപനത്തിലും പ്രതിഷേധിച്ച് കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ജൂലൈ 8 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി 3 ദിവസം ജില്ലയിൽ പ്രചാരണ വാഹന ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. തിങ്കളാഴ്ച രാവിലെ 9 അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പ്രശാന്ത് ആതിര ഉദ്ഘാടനം ചെയ്യും. ജാഥ വ്യാഴാഴ്ച ചാലക്കുടിയിൽ സമാപിക്കും. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PM ഷമീർ, ജില്ലാ ജനറൽ സെക്രട്ടറി ബാലൻ കല്യാണീസ്, AP പോൾസൺ, U സുരേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് വിവിധ ആശ്രമങ്ങളിലെ സന്യാസിമാർ നയിക്കുന്ന ധർമ്മസന്ദേശ യാത്രയുടെ സ്വാഗത സംഘം രൂപീകരണം നാളെ തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 4:30 തൃശൂർ ചിന്മയ മിഷൻ നീരാഞ്ജലി ഹാളിൽ നടക്കുന്ന സ്വാഗത സംഘ രൂപീകരണത്തിൽ ജില്ലയിലെ നിരവധി സ്വാമിമാർ പങ്കെടുക്കും. ഒക്ടോബർ 7 മുതൽ 21 വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് ധർമ്മസന്ദേശ യാത്ര നടത്തുക. സ്വാമി നന്ദനാത്മജാനന്ദ, സ്വാമി ദേവാത്മജാനന്ദ, തൃശിവപുരം മോഹനചന്ദ്രൻ, C രവീന്ദ്രനാഥ്, K അനൂപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലയൺസ് കേരള മൾട്ടിപ്പിൾ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ജെയിംസ് വളപ്പിലയ്ക്ക് തൃശൂരിൽ പൗരസ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 10 ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ആതുര സേവന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച 5 വനിതകളെ ആദരിക്കലും തൃശൂർ കോർപ്പറേഷനിലെ 300-ൽ പരം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സാരി നൽകലും ചടങ്ങിൽ നടക്കും. ലയൺസ് ഡിസ്ട്രിക്ട് ലേഡീസ് സർക്കിൾ പ്രസിഡന്റ് നിർമ്മല മുരളീധരൻ, NI വർഗീസ്, ജോജു മനില, സോജൻ ജോൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ തരത്തിൽ വ്യത്യസ്ത കഴിവുകളുള്ള സ്പെഷ്യൽ സ്കൂൾ കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃശൂർ അശ്വനി ആശുപത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നാളെ നടക്കും. ജില്ലയിലെ സ്പെഷ്യൽ കുട്ടികൾക്കായി അശ്വനി ആശുപത്രിയുടെ ഓർത്തോ വിഭാഗമായ അശ്വനി ബോൾ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കുട്ടനെല്ലൂർ സ്പോർട്ട് ടേക്കർ ടർഫിൽ നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ഫുട്ബോൾ താരം പത്മശ്രീ IM വിജയനെ ആദരിക്കും. ചടങ്ങിൽ പ്രശസ്ത ഫുട്ബോൾ താരങ്ങളായ ജോപോൾ അഞ്ചേരി, TG പുരുഷോത്തമൻ, VA നാരായണൻ, ചലച്ചിത്ര താരം ശ്രീജിത്ത് രവി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന സെമി ഫൈനൽ മത്സരം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ കിക്ക് ഓഫ് ചെയ്യും. അശ്വനി ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ, ജനറൽ മാനേജർ, അശ്വനി ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷൻ മേധാവി ഡോക്ടർ മഹേഷ് കൃഷ്ണൻ വ്യത്യസ്ത മേഖലകളിലെ നിന്നുള്ള പ്രമുഖരും ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമാകും. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി കുന്നംകുളം ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ലഹരിവിരുദ്ധ ലഘുലേഖകൾ വിതരണം ചെയ്തു. കസ്തൂർബ ഗാന്ധി ദർശൻ വേദി സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ രേണുക മേനോൻ, കുന്നംകുളം നഗരസഭാ കൌൺസിലർ മിഷ സെബാസ്റ്റ്യൻ, ശശിധരൻ വൈലത്തൂർ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ തിരുഹൃദയ പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ജോൺ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ സഹകാർമ്മികനായി. ഫാദർ പോൾ മുട്ടത്ത് തിരുനാൾ സന്ദേശം നൽകി. തിരുനാളിന്റെ ഭാഗമായി നടന്ന നേർച്ചയൂട്ടിൽ 15,000 പേർ പങ്കെടുത്തു. വികാരി ഫാദർ ജോഷി ആളൂർ, ജനറൽ കൺവീനർ KC ഡേവിസ്, കൈക്കാരന്മാരായ TS ജെയ്സൺ, MK ജോൺസൺ, TOA ഷൈജു, MP ഷാൻഡോ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലോക ലഹരിവിരുദ്ധ ദിനത്തിൽ തരൂർ AUP സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തരൂർ AUP സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. പഴംപാലക്കോട് PHCയിലെ സിസ്റ്റർ ദീപ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. KG രാജേഷ് സംസാരിച്ചു.
വായനാ വാരാചരണത്തിൽ അധ്യാപകനായ അച്ഛന്റെ പുതിയ പുസ്തകം പ്രധാന അധ്യാപകർക്ക് നൽകി പ്രകാശനം ചെയ്ത് മക്കളും കൂട്ടുകാരും. പഴമ്പാലക്കോട് ഹൈസ്കൂളിലെ അധ്യാപകനായ ഡോക്ടർ സംഗീത് രവീന്ദ്രന്റെ വേരുകൾ ചിരിക്കാറുണ്ട് എന്ന പുതിയ പുസ്തകമാണ് മക്കളായ സൂര്യനാരായണനും സരയും കൂട്ടുകാരും ചേർന്ന് അധ്യാപകരായ മിനി, ബിന്ദു എന്നിവർക്ക് നൽകി പ്രകാശനം ചെയ്തത്. ഡോക്ടർ സംഗീത് രവീന്ദ്രന്റെ 9ാമത്തെ പുസ്തകമാണിത്. പഴമ്പാലക്കോട് SMM ഹൈസ്കൂളിൽ അധ്യാപകൻ PA നാരായണൻകുട്ടി, പ്രധാന അധ്യാപകന്മാരായ ബിന്ദു, മിനി, രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തെക്കുംകര ട്രിച്ചി NIITയിൽ നിന്ന് എംടെക്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ 1ാം റാങ്ക് നേടിയ ഫെബിൻ മാത്യുവിനെ തെക്കുംകര CT ദേവസി സ്മാരക ട്രസ്റ്റ് ഭാരവാഹികൾ വസതിയിലെത്തി അനുമോദിച്ചു. ട്രസ്റ്റ് ചെയർമാൻ PJ രാജു ഉപഹാരം നൽകി. പഞ്ചായത്ത് അംഗം ഷൈബി ജോൺസൺ, ട്രസ്റ്റ് ഭാരവാഹികളായ TA ശങ്കരൻ, AR കൃഷ്ണൻകുട്ടി, K ചന്ദ്രശേഖരൻ, തോമസ് പുത്തൂർ, TV പൗലോസ് തുടങ്ങിയവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. പഴയന്നൂപ്പാടം പേരയിൽ പുലയത്ത് മാത്യു ഷേർലി ദമ്പതികളുടെ മകളാണ് ഫെബിൻ മാത്യു. പീപ്പിൾസ് ആൻഡ് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നാളെ മുതൽ ജൂലൈ 2 വരെ തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5-ന് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ജൂലൈ 1-ന് നടക്കുന്ന സമാപന സമ്മേളനം P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. 24-ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 2500ഓളം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. അസോസിയേഷൻ ദേശീയ ഉപദേഷ്ടാവ് പ്രവീസ് ഡബോസ്, കോച്ച് ലക്ഷ്മണൻ ഭണ്ഡാരി, അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോജി എലൂർ, അഡ്വക്കേറ്റ് ജോഷി ഫ്രാൻസിസ്, PA ഹസൻ, MM ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോടാലി മുരുക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി കുഴിയേലി നഗർണ മനക്കൽ നീലകണ്ഠൻ മേൽശാന്തി, എറഞ്ഞൂർ മനക്കൽ ഹരിനമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും പ്രസാദവൂട്ടും ഉണ്ടായി. പ്രസിഡന്റ് സുമേഷ് മണ്ണാമ്പറമ്പിൽ, സെക്രട്ടറി രഞ്ജിത്ത്, ട്രഷറർ കൃഷ്ണപ്രസാദ്, അല്ലിയാങ്കൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കൊടകര ആനത്തടം സെന്റ് തോമസ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപതാധികാരി ജനറൽ മൂൺസിനോർ ജോസ് മാളിയങ്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഫാദർ വർഗീസ് അരിക്കാട്ട്, കൈക്കാരന്മാരായ തോമസ് എറിയാടൻ, തോമസ് വിധേയത്തിൽ, ഊട്ടുതിരുനാൾ ജനറൽ കൺവീനർ ലാസർ ചാതേലി എന്നിവർ നേതൃത്വം നൽകി. ജൂലൈ 3-ന് നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സിബു കള്ളാപ്പറമ്പിൽ കാർമ്മികത്വം വഹിക്കും. നേർച്ചയൂട്ടും ഉണ്ടാകും. മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിനു കീഴിലെ MLCS ഗാർഡനിൽ തിരുവാതിര ഞാറ്റുവേല പ്രദർശന വിപണനമേള ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് TA ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ, ഭരണസമിതി അംഗം PS പ്രശാന്ത്, പഞ്ചായത്ത് അംഗം സുമേഷ് മുത്തമ്പാടൻ, സംഘം സെക്രട്ടറി KP പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കനത്ത മഴയുടെ സാഹചര്യമുള്ളതിനാൽ ജില്ലയുടെ വിദ്യാലയങ്ങൾക്ക് നാളെ അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,985 രൂപ, പവന് 71,880 രൂപ, വെള്ളി ഗ്രാമിന് 118 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4,466 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തലൂരിൽ ലോറികൾ കൂട്ടിയിടിച്ച് വഴിയാത്രക്കാരിയായ യുവതി മരിച്ചു. തലൂർ സ്വദേശി അരിക്കാടൻ വീട്ടിൽ ജോസിയുടെ ഭാര്യ ടാലി തോമസ് ആണ് മരിച്ചത്. മകൾക്കും ലോറി ഡ്രൈവർമാർക്കും പരിക്കേറ്റു. കൊടകരയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. കെട്ടിടം തകർന്ന സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം സംബന്ധിച്ച് ജില്ലാ കളക്ടർമാരോട് പരിശോധന നടത്താൻ ആവശ്യപ്പെടുമെന്ന് മന്ത്രി K. രാജു.
MG റോഡിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കോർപ്പറേഷന് മുന്നിൽ BJP പ്രവർത്തകർ പ്രതീകാത്മക ബലിതർപ്പണ സമരം നടത്തി. കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ മേയറുടെ ചേംബറിൽ വാഴ വയ്ക്കാൻ നീക്കം നടത്തി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. തൃശൂർ ജില്ലയിൽ യെല്ലോ അലർട്ട്. കനത്ത മഴയെ തുടർന്ന് മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ നാളെ തുറക്കും. BJP സംസ്ഥാന നേതൃയോഗം തൃശൂരിൽ നടന്നു. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനുള്ള LDF UDF ശ്രമങ്ങളെ ശക്തമായി എതിർക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.